ഹലോ ഗായ്സ്, നമ്മൾ തിയേറ്ററിൽ വന്നിട്ടാണുള്ള ഗായ്സ്. കോഴിക്കോടിൽ നമ്മൾ കോഴിക്കോടിൽ രണ്ടാമത്തെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഇത് കേരള സർക്കാരിന്റെ ഒരു തിയേറ്റർ ആണല്ലേ, എന്തോ ഒരു ആരുമില്ല ഗായ്സ്. തിയേറ്റർ മൊത്തത്തേക്ക് മേടിച്ചു, നമ്മൾ മാത്രം എണീക്കല്ല. നമ്മളുടെ ലോകം, ഞങ്ങളുടെ ലോകം, ഇവിടെ ഞങ്ങൾ മാത്രം. നോക്കൂ, എല്ലാം പൈസ നമുക്കൊരു വിഷയമല്ല. പൈസ നമ്മൾ ഇന്നും ഇന്നലെ കാണുന്നല്ല. പൈസ നാളെ വരും, അല്ല ഇന്ന് വരും നാളെ പോകും. അത് നമുക്കൊരു വിഷയമല്ല. അടിപൊളി തിയേറ്റർ ഗൈസ്. പാട്ട് നമുക്ക് ഇഷ്ടമില്ല, നമ്മൾ പാടിടും. നമ്മൾ ആദ്യത്തെ പാട്ട് നമുക്ക് ഇഷ്ടമുള്ള പാട്ട് പ്ലേ ചെയ്യാം ഗൈസ്. ശരി ഗൈസ്. നോക്കൂ ഗൈസ്, വർണ്ണശലഭമായ വെട്ടങ്ങൾ. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ, നോം എന്തായി കാണണേ? വലിയ ഡാൻസുകാരനല്ലേ? അത്യാവശ്യം ചില തുള്ളിക്കളികളൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ സാർ ജീവിക്കുക? ചെറുക്കൻ കീടക്ക് തിമിർത്ത് കാലക്ക്. ബേക്കിൽ ഒരാൾ വന്നിരിക്കുകയാണ്. അതാ. പിന്നെ ഈ തിയേറ്ററിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ബാൽക്കണി ഉണ്ട് ഗൈസ്. നമ്മൾ ബാൽക്കണി എടുത്തില്ല. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ബാൽക്കണി ഉണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. പഴയ നമ്മുടെ ബാൽക്കണി വൈബില്ലേ, ആ സാധനമാണ്. മുകളിൽ ബാൽക്കണിയാണ് ഗൈസ്, കണ്ടോ? ബാൽക്കണി നമ്മൾ എടുത്തിട്ടില്ല. യെസ്, നിങ്ങളെ കാണുന്നില്ല പക്ഷെ. കാണുന്നുണ്ട്. ഗൈസ് തുടങ്ങി ഗൈസ്, സിനിമ തുടങ്ങി. മനസ്സ് പൊന്നായവർക്ക് അങ്ങനെ സിനിമ തുടങ്ങുകയാണ് ഗൈസ്. ഞാൻ സംസാരിക്കും. ഇന്റർവെൽ എങ്ങനെയുണ്ട്? സീരിയസ് സീനിൽ വരെ ചിരിയാണ് ഗൈസ്. സീരിയസ് സീൻ ഇവരെ ചിരി കാരണം സീരിയസ് സീനാണ്. ഇമോഷൻ നമുക്ക് ചിരി വളർത്തുന്നുണ്ട് അവര്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പക്ഷെ മറ്റേ ഇവ കോളിംഗ് ബെൽ അടിക്കുന്ന പോലെ അച്ഛൻ മറ്റേ സിഗരറ്റിന്റെ അതേപോലെ അങ്ങനെ എനിക്ക് ബാത്റൂമിൽ പോകണം. കേരളത്തിലെ ആദ്യത്തെ സ്ഥാപനം എവിടെയാ പോപ്കോൺ? ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് വരട്ടെ. അഗി പോപ്കോൺ റേറ്റ് ഒക്കെ ചോദിക്കും. നമ്മൾ ബാത്റൂമിൽ പോട്ടെ. അത് വേണ്ട പോപ്കോൺ അഖിൽ ജെയിംസ് എവിടെ? സ്പാർക്ക് കിട്ടണമെങ്കിൽ സ്പാർക്ക് തന്നെ വേണം. മടങ്ങിയെത്തുന്ന ഈ ആഘോഷകാലത്ത് വിവേചനമോ നറുക്കെടുപ്പോ ഇല്ലാതെ സ്വർണം വാങ്ങുന്ന എല്ലാവർക്കും സ്വർണ്ണ സമ്മാനം ഉറപ്പാക്കി സിനിമ കഴിഞ്ഞു ഗൈസ്. സിനിമ കഴിഞ്ഞു. അടിപൊളി സിനിമ ഗൈസ്, അടിപൊളി സിനിമ. ഫസ്റ്റ് ഹാഫ് ഫുള്ള് മറ്റു ചിരിയായിരുന്നു, സെക്കൻഡ് ഹാഫ് ഫുള്ള് കരച്ചില്. എങ്ങനെയുണ്ട്? വരുന്നില്ലല്ലോ, നമ്മള്
പോട്ടെ. സത്യസന്ധമെന്റെ ശ്രമമാതിൽ വിയർപ്പിന്റെ മണം കയ്യിലെന്റെ ഉടകുകൾ പലതരം അപ്പനമ്മ ബന്ധുക്കളായി ലോകം പറഞ്ഞു എന്നോട് അവർ നാഴികയ്ക്ക് 100 വട്ടം